ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായേ, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയേ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. നമസ്കാരം. വിഷ്ണുമായ പരിഹാരം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമുള്ളതും എന്നാൽ ഒരുപാട് പേർക്ക് സംശയമുള്ളതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. എൻ്റെ അടുത്ത് ജാതകം നോക്കാൻ വരുന്നവരിൽ ഭൂരിഭാഗം സ്ത്രീകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാറേ, സ്ത്രീകൾക്ക് വിഷ്ണുമായ സ്വാമിയെ അല്ലെങ്കിൽ ചാത്തൻ സ്വാമിയെ വീട്ടിൽ വെച്ച് ആരാധിക്കാമോ? അത് ദോഷം ചെയ്യുമോ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചാത്തൻ സേവ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണെന്നും സ്ത്രീകൾ ഇടപെട്ടാൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമെന്നും. ശരിക്കും ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? വിഷ്ണുമായ സ്വാമി ഭക്തരായ സ്ത്രീകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു ആസ്ട്രോളജർ എന്ന നിലയിലും സ്വാമിയുടെ ഒരു ഉപാസകൻ എന്ന നിലയിലും ഇതിൻ്റെ യഥാർത്ഥ വിധിവിധാനങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക. കാരണം തെറ്റായ അറിവുകൾ വെച്ച് പൂജ ചെയ്യുന്നത് ഗുണത്തേക്കാളേറെ. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. എന്താണ് ചാത്തൻ സേവ? എന്താണ് ഉപാസന? ചാത്തൻ സേവ എന്ന് പറയുന്നത് മന്ത്രവാദപരമായ അല്ലെങ്കിൽ താന്ത്രികമായ ചടങ്ങുകളാണ്. കടുപ്പമേറിയ വ്രതങ്ങളും ബലികളും വലിയ ക്രിയകളും അതിനാവശ്യമാണ്. അത് സാധാരണ ഗൃഹസ്ഥരായ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ വിധിച്ചിട്ടുള്ളതല്ല. അത് സിദ്ധി നേടിയ ഉപാസകർ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അത് സ്ത്രീകൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ദോഷകരമാണ്. എന്നാൽ ഉപാസന അല്ലെങ്കിൽ പ്രാർത്ഥന അങ്ങനെയല്ല. ഭക്തിയോടുകൂടി വിഷ്ണുമായ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് വിളക്ക് വെച്ച് നാമം ചൊല്ലുന്നതിന് സ്ത്രീകൾക്ക് യാതൊരു വിലക്കുമില്ല. നിങ്ങളുടെ ഭർത്താവിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി, ശത്രുദോഷം മാറാൻ വേണ്ടി സ്ത്രീകൾക്ക് സ്വാമിയെ ധൈര്യമായി വിളിക്കാം. സ്വാമിക്ക് വേണ്ടത് താന്ത്രിക വിദ്യകളല്ല, മറിച്ച് നിഷ്കളങ്കമായ ഭക്തിയാണ്. സ്ത്രീകൾ സ്വാമിയെ ആരാധിക്കുമ്പോൾ ചില ചിട്ടകൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. വിഷ്ണുമായ സ്വാമി ശുദ്ധി ആഗ്രഹിക്കുന്ന ദേവനാണ്. ശുദ്ധി. മാസമുറ സമയങ്ങളിൽ 7 ദിവസത്തേക്ക് വിഷ്ണുമായ സ്വാമിയുടെ ചിത്രത്തിനു മുൻപിൽ വിളക്ക് വയ്ക്കാനോ നാമം ജപിക്കാനോ പാടില്ല. ആ സമയങ്ങളിൽ പൂർണ്ണമായും വിട്ടുനിൽക്കുക. 7-ാം ദിവസം കുളിച്ച് ശുദ്ധിയായ ശേഷം മാത്രമേ വീണ്ടും പ്രാർത്ഥന തുടങ്ങാവൂ. ഭക്ഷണം. സ്വാമിയെ വീട്ടിൽ വെച്ച് ഉപാസിക്കുമ്പോൾ ആ വീട്ടിൽ കഴിയുന്നതും മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം. അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന ദിവസങ്ങളിലെങ്കിലും നോൺ വെജ് ഒഴിവാക്കണം. സ്ഥാനം. സ്വാമിയുടെ ഫോട്ടോ വയ്ക്കുന്നത് കിടപ്പുമുറിയിലാകരുത്. പൂജാമുറിയിലോ അല്ലെങ്കിൽ ശുദ്ധിയുള്ള ഒരു പ്രത്യേക സ്ഥലത്തോ വെക്കണം. ഈ ചിട്ടകൾ പാലിക്കാൻ സാധിക്കുമെങ്കിൽ ഏത് സ്ത്രീക്കും സ്വാമിയുടെ അനുഗ്രഹം നേടാവുന്നതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. എല്ലാവർക്കും വിഷ്ണുമായ സ്വാമിയെ വീട്ടിൽ വെച്ച് പൂജിക്കാൻ യോഗമുണ്ടാകണമെന്നില്ല. ഓരോരുത്തരുടെയും ജാതകം വ്യത്യസ്തമാണ്. ചിലരുടെ ജാതകത്തിൽ കുലദൈവ കോപമോ അല്ലെങ്കിൽ സർപ്പദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ചാത്തൻ സ്വാമിയെക്കൊണ്ട് വയ്ക്കുന്നത് ചിലപ്പോൾ ഗുണത്തേക്കാൾ ഏറെ പ്രയാസങ്ങളുണ്ടാക്കും. അത് സ്വാമിയുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ ഗ്രഹനിലയുടെ പ്രശ്നം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വാമിയെ ഉപാസിക്കാൻ തുടങ്ങുന്നതിനു മുൻപ് അല്ലെങ്കിൽ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ പോയി വലിയ വഴിപാടുകൾ ചെയ്യുന്നതിനു മുൻപ് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ലഗ്നം ഏതാണ്? ഇപ്പോൾ നടക്കുന്നത് ഏത് ദശയാണ്? വിഷ്ണുമായ പ്രീതിയാണോ അതോ വേറെ ഏതെങ്കിലും പരിഹാരമാണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ജ്യോതിഷത്തിലൂടെ സാധിക്കും. ഞാൻ വർഷങ്ങളായി ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. വിഷ്ണുമായ സ്വാമിയുടെ ഭക്തർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ എനിക്ക് സാധിക്കാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകവുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിലോ
ദോഷപരിഹാരങ്ങൾ അറിയണമെങ്കിലോ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ചുരുക്കത്തിൽ, സ്ത്രീകൾക്ക് വിഷ്ണുമായ സ്വാമിയെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷേ താന്ത്രികമായ ക്രിയകളിലേക്ക് കടക്കരുത്. ശുദ്ധി വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറാൻ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾക്കിനിയും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ജാതകം പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. വിഷ്ണുമായ സ്വാമി ശരണം. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കുമുണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.